ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ല ക്രാഫ്റ്റ് ചെയ്താലോ. കോക്കനട്ട് ഷെൽസ് വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് 2 കോക്കനട്ട് ഷെൽസ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കട്ടി പേപ്പറാണ്. നമുക്ക് ഈ ബുക്കിൻ്റെയൊക്കെ കവർ വേണമെങ്കിൽ എടുക്കാം. അത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് ഈ 2 ഷെൽസും കൂടി വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഈ റോൾ ചെയ്ത പീസ് നമ്മൾ നേരത്തെ ഒരു പേപ്പർ ഒട്ടിച്ചില്ലേ, അവിടെ നമുക്കിതുപോലെ ഒന്ന് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പീസ് വേണം. അങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ സൈഡും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഡോളിൻ്റെ ഹെയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്ലേ റോൾ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അവിടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ ഒരു ക്ലേ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൈ സെറ്റാക്കി കൊടുക്കാം. അത് ഇതുപോലെ മടങ്ങിയിരിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്ത് അതോടെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അതേ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കൈയുടെ ഷേപ്പ്, ആ മുട്ടിൻ്റെ ഷേപ്പ് വരാനായിട്ട് അവിടെ കുറച്ചും കൂടി ക്ലേ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ റൈറ്റ് ഹാൻഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിങ്ങനെ താടിയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ചെയ്യാം. അപ്പം മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ എടുത്തിട്ട് അത് 3 ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഓരോന്നും റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കിങ്ങനെ മുടി പിന്നി ഇട്ടേക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 റോളും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് അതൊന്ന് പിന്നി കൊടുക്കാം. ഇപ്പം നമ്മൾ പിന്നി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അതിലേക്കൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ബോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു റോസും കൂടി വെച്ചിട്ടുണ്ട്. ഇതൊരു ഡിസൈന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മുഴുവനായിട്ട് വൈറ്റ് ബേസ് കോട്ട് കൊടുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ മുഖത്തിനാണ് പെയിൻറ്റ് കൊടുക്കുന്നത്. ഫ്ലഷ് ടിൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഡ്രസ്സ് പെയിൻറ്റ് ചെയ്തെടുക്കുവാണ്. ഞാനിപ്പോൾ ഒരു ടീൽ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഹെയറും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബഡ്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഡ്രസ്സിൽ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.